തൃശൂർ പൂരത്തിന് ഇക്കുറിയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെത്തും. ചെമ്പൂക്കാവ് ശ്രീ കാർത്യായനി ഭഗവതിയുടെ പൊൻതിടം പേറ്റാനാകും രാമനെത്തുക. കഴിഞ്ഞ വർഷവും ചെമ്പൂക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തിൽ രാമനെത്തിയിരുന്നു. രാമനെത്തുമെന്നറിഞ്ഞതോടെ തട്ടകവും പൂരപ്രേമികളും വലിയ ആവേശത്തിലാണ്. രാമന്റെ വരവോടെ ചെമ്പൂക്കാവ് ഭഗവതിയുടെ കഴിഞ്ഞ വർഷത്തെ പൂരം എഴുന്നള്ളത്ത് വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പൂരം നാൾ രാവിലെ 7:30 ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ തിടമ്പുമായി പാലസ് റോഡ് വഴിയാണ് രാമൻ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നത്. ഇക്കുറിയും രാമൻ ഭഗവതിയുടെ തിടമ്പേറ്റാൻ എത്തുന്നു എന്നത് ദൈവനിയോഗമാണെന്ന് ചെമ്പൂക്കാവ് ശ്രീ കാർത്യായനി ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി കെ മഹേഷ് പറഞ്ഞു. സംബന്ധിച്ചൊരു ദൈവ നിയോഗം പോലെയാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള പൂരങ്ങളെ കുറിച്ചൊന്നും സത്യത്തിൽ ആരും അറിയാറ് പോലുമില്ല. ഇപ്പം ചെമ്പൂക്കാവ് ഭഗവതി അല്ലെങ്കിൽ ചെമ്പൂക്കാവ് പൂരത്തിൽ നിന്ന് പങ്കെടുക്കുന്ന വിവരം തന്നെ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങിയത് ഒരു പക്ഷേ കഴിഞ്ഞ കൊല്ലം രാമൻ്റെ വരവോട് കൂടിയിട്ടായിരിക്കും. കാരണം അത്രയധികം ആളുകളായിരുന്നു ഒരു തൃശ്ശൂർ പൂരത്തിന് വരുന്ന അതേ ജനാവലി തന്നെ. അതുപോലെ ഉത്സവപ്രേമികൾ, ആനപ്രേമികൾ എല്ലാവരും വന്നിട്ട് വലിയൊരു സംഭവമായി മാറിയിരുന്നു. ഇപ്രാവശ്യം അതുപോലെ വലിയൊരു സംഭവമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എത്ര ആഹ്ലാദത്തിലാണ് 7:30 മണിക്ക് എഴുന്നള്ളിച്ച് പാലസ് റോഡ് വഴി നേരെ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻവശം വന്നിട്ട് നേരെ കിഴക്കേ ഗോപുരം വഴി ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കും. എന്നിട്ട് അവിടെ നിന്ന് തെക്കേ ഗോപുരം വഴി മേളത്തോടുകൂടി പുറത്തേക്ക് കിടക്കുകയാണ് ചെയ്യുക. അതിനുശേഷം വീണ്ടും തെക്കേ ഗോപുരം വഴി തന്നെ വടക്കുന്നതിനെ പ്രദക്ഷിണം വെച്ച് വീണ്ടും ചെമ്പൂക്കാവ് അമ്പലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും. അത് ഏകദേശം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ പറഞ്ഞ പ്രക്രിയകൾ മുഴുവൻ നമ്മുടെ തീരും. രാമൻ പൂരത്തിന് എത്തുമെന്ന വാർത്ത വന്നതോടെ പൂരപ്രേമികളെ പോലെ ആരാധകരും വലിയ ആവേശത്തിലാണ്. രാമന്റെ വരവിനായി പൂരം നാൾ എണ്ണിക്കാത്തിരിക്കുകയാണ് ഏവരും.